അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ യൂൻസ് പഠിക്കലാണ്. ഞാനിന്ന് ഈ വിഷയം വീഡിയോയിൽ വരാനുള്ള കാരണം, ഞാനൊരു ഹോട്ടൽ തൊഴിലാളിയാണ്. ഗ്യാസിന്റെ പ്രതിസന്ധി മൂലം ഒരുപാട് ഹോട്ടലുകൾ പൂട്ടി കഴിഞ്ഞു. നമ്മൾ ഒരുപാട് ഹോട്ടൽ തൊഴിലാളികൾ ഉണ്ട്. അവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നുവെച്ചാൽ ഈ ഹോട്ടൽ തുറക്കുന്നത് രാവിലെയായിരുന്നു. ഈ രാവിലെ തുറക്കുന്ന ഈ ഹോട്ടലിൽ 3 ആൾക്കാണ് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് ചായ ഇല്ല. അതുപോലെ തന്നെ ഈ ചൈനീസ് ഐറ്റംസ് ഒക്കെ നമ്മളിന്ന് തുടങ്ങി തന്നെ 1 മണിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഈ വിഷയം ഒരു തൊഴിലാളിക്ക് മാത്രമല്ല, മുതലാളിക്ക് ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പബ്ലിക്കിന് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഗ്യാസിന്റെ വിഷയം സംബന്ധിച്ച് എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങളുണ്ട്. എന്റെ വീട്ടിലേക്ക് ഗ്യാസ് ബില്ലടിച്ച് വന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതുപോലെ ആവരുത്. അത് സർക്കാർ തലത്തിലാണ് നോക്കേണ്ടത്. അപ്പോ ഇങ്ങനെ പ്രതിസന്ധി നേരിടുകയാണെങ്കിൽ നമ്മളെല്ലാവരും പട്ടിണിയിലേക്ക് പോകുന്നുള്ള ഒരു സംശയമില്ല. അതുമാതിരി നമ്മളെ ഹോട്ടൽ തൊഴിലാളികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കുറച്ച തുക മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. ഇത് എങ്ങോട്ടാ പോകണമെന്നുള്ളത് നമുക്കൊരു പിടുത്തമില്ല. നമ്മളൊരു സർക്കാരിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എന്താ വെച്ചാൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഗ്യാസും പെട്രോളും വന്നാലേ നമുക്ക് ഇവിടെ ഈ സാധനം ഇവിടെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഒരു നിയന്ത്രണം ഹോട്ടലുകളിലേക്കായാലും അവർക്ക് അർഹതപ്പെട്ട ഗ്യാസ് കിട്ടിയാൽ ഞങ്ങളെപ്പോലത്തെ തൊഴിലാളികൾക്ക്, അതുപോലെ തന്നെ മുതലാളിമാർക്കും, അതേമാതിരി തന്നെ പബ്ലിക്കിനും വളരെ ഉപകാരമായിരിക്കും. ഒരു മിക്കവാറും ആൾക്കാർ യാത്ര ചെയ്യാത്തവരാരും ഉണ്ടാവില്ല. പക്ഷെ യാത്രയിൽ എപ്പോഴും, പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ വിഷയങ്ങളൊക്കെ ആകുമ്പോൾ, ഭക്ഷണം കരുതി വെക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നുവെച്ചാൽ 30% കടകളും പൂട്ടിക്കെടുക്കുകയാണ് ഓരോ സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സംസാരിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഗ്യാസിന്റെ ഒരു കാര്യത്തിൽ തീരുമാനം ആയി കിട്ടിയാൽ വലിയൊരു ഉപകാരമായിരുന്നു. ഒരു സർക്കാർ തലത്തിൽ ഇടപെടണമെന്ന് താഴ്മയോടെ എല്ലാ തൊഴിലാളികൾക്കും വേണ്ടിയിട്ട് ഞാൻ അപേക്ഷിക്കുന്നു.